ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. എൻ്റെ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ തന്നെ കുറച്ച് ക്ലീനിങ്ങും റമളാനിൻ്റെ ഒരുക്കായിട്ടുള്ള കുറച്ച് നനച്ചുള്ളി പണികളും എല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അങ്ങനെ രാവിലെ നമ്മൾ എണീറ്റ് നിസ്കാരവും കാര്യമൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ചെയ്യാം ജനലും വാതിലും ഒക്കെ ഒന്ന് തുറന്നിടും കേട്ടോ, ഒന്ന് കാറ്റും വെളിച്ചമൊക്കെ കടക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ നേരെ അടുക്കളയിലേക്ക്. എല്ലാ വീട്ടമ്മമാരെയും സ്ഥിരം പല്ലവിയാണല്ലോ അത്, രാവിലെ എണീറ്റാൽ പിന്നെ പെട്ടെന്ന് അടുക്കളയിലേക്കാണല്ലോ നമ്മൾ പോവുക. അതുപോലെ തന്നെ വേഗം പോയി ഞാൻ അടുപ്പിലൊക്കെ തീ മൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ചോറും കറിയും എല്ലാം വേണം ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ തീ മൂട്ടിയതിന് ശേഷം നമുക്ക് ചായക്കുള്ള വെള്ളം ആദ്യം തന്നെ അടുപ്പിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ തിളക്കട്ടെ, അപ്പോഴേക്കും നമുക്ക് കറിക്കുള്ള ഒരുക്കം തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നിവിടെ ചെമ്മീൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചപ്പാത്തിയും ചെമ്മീൻ കറിയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ഞാൻ തലേന്ന് ചെമ്മീനൊക്കെ ഫ്രിഡ്ജിൻ്റെ താഴെ കട്ടയാവാതെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തലേന്ന് തന്നെ വാങ്ങി വെച്ചിരുന്നു, അതുകൊണ്ട് രാവിലെ അതെടുത്ത് പൊളിക്കുകയാണേ. അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചപ്പോഴേക്കും ഞാൻ ചപ്പാത്തിക്കുള്ള മാവ് എടുത്ത് വെച്ചിട്ടുണ്ട് കുഴക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കയ്യിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് വെള്ളം തിളക്കുമല്ലോ അടുപ്പത്ത്, അതിൽ നിന്ന് മുക്കിയിട്ട് കുഴക്കാട്ടോ ചെയ്യാം. അപ്പോഴേക്കും അപ്പുറം ഞാൻ കറിക്കുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്നത് കൊണ്ട് ശരിക്കും രണ്ട് കൈയിൻ്റെ പണിയല്ല നമുക്ക് ഉണ്ടാവുക. എന്താ വെച്ചാൽ എല്ലാ ഭാഗത്തേക്കും നമ്മളെ കൈ എത്തണം കേട്ടോ. നമ്മൾ ഒറ്റക്കാണല്ലോ ഉണ്ടാവുക, വേറൊരാൾ രാവിലത്തെ സഹായത്തിനൊന്നും നമുക്ക് ആരും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ചോറും കറിയും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാത്തിലും കൈ എത്തണം. അപ്പോൾ ഞാൻ ഇവിടെ അപ്പത്തിന് ഗ്യാസ് അടുപ്പിൽ കറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെമ്മീനൊക്കെ റെഡിയായി, വെള്ളമൊക്കെ ഒഴിച്ച് കറി വേവാൻ വേണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇത് അപ്പുറത്ത് ചപ്പാത്തി ചുട്ടെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ പരത്തി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അരി ഇട്ടിട്ടുണ്ട്, വെള്ളമൊക്കെ കുറച്ച് ചായക്കുള്ളതൊക്കെ ഫ്ലാസ്കിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് ശേഷം അതിലേക്ക് അരി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏകദേശം വേവാനായിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തി അതിൻ്റെ നേരെ പുറത്തുനിന്ന് ഇങ്ങനെ ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ചപ്പാത്തിയൊക്കെ നല്ല പൊള്ളി വന്നതാണ് കേട്ടോ. ഷേപ്പൊന്നും നോക്കണ്ട, തിരക്കിട്ടുള്ള പരുത്തലൊക്കെ ആകുമ്പോൾ നല്ല റൗണ്ട് ഷേപ്പൊന്നും ആവില്ല കേട്ടോ. പക്ഷെ നല്ല ചപ്പാത്തി, നല്ല പൊള്ളി, നല്ല സോഫ്റ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ചപ്പാത്തിയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പോഴേക്കും ഏകദേശം ഒരു 8 മണിയോടെ അടുത്തിട്ടുണ്ട് കേട്ടോ ടൈം. അങ്ങനെ ഞാൻ വേഗം ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ എന്ന് വിചാരിച്ച് വിശപ്പം വന്നിരുന്നു. അപ്പം മോന് അതിൻ്റെ ഇടയിൽ രാവിലെ മദ്രസിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ വരുമ്പോഴേക്കും ഞാൻ ചായ കുടിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ. എനിക്ക് ഈ തിരക്കിട്ടൊന്നും കുടിക്കാൻ കഴിയൂല കേട്ടോ. നല്ലോണം ഇരുന്ന് തന്നെ, നല്ല സ്വസ്ഥമായിട്ട് ഇരുന്ന് തന്നെ കഴിക്കാം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഞാനവിടെ പോയി ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടോ. അപ്പോഴേക്കും മോന് മദ്രസൊക്കെ വിട്ട് വന്നിട്ട് അവന് ചായയൊക്കെ കുടിച്ചത് സ്കൂളിലേക്ക് പോവാണേ. അങ്ങനെ അവർ പോയതിന് ശേഷം പിന്നെ ഞാൻ ബാക്കി പരിപാടി നോക്കാൻ കേട്ടോ. അപ്പോഴേക്കും എല്ലാവരെയും ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കൗണ്ടർ ടോപ്പും കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ കേട്ടോ. ഒരു പാത്രങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും കഴുകി വെക്കാൻ, അതൊക്കെ ആദ്യം തന്നെ കഴുകി വെച്ചു. പിന്നെ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് തേച്ചൊരുതി കഴുകി വൃത്തിയാക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലായിടത്തും അടുപ്പും ഗ്യാസും എല്ലാം ഒന്ന് സോപ്പിട്ട് തേച്ച് കഴുകി വൃത്തിയാക്കിട്ടോ. അപ്പം ഇന്ന് ഞാൻ കുറച്ച് എക്സ്ട്രാ പണിയും കൂടി ഉണ്ട് കേട്ടോ എനിക്ക്. ഞാൻ കുറച്ച് നനച്ചുൾപ്പണിയൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കുറച്ച് ബാക്കി പണിയും കൂടി എടുക്കാനുണ്ട്. അപ്പം ഞാൻ അതിലേക്കും കൂടി നിൽക്കണം. അതുകൊണ്ട് ഞാൻ തിരക്കിട്ട് അടുക്കളപ്പണിയൊക്കെ ഒരുക്കി. പിന്നെ നമ്മളെ കർട്ടനുകളും ഒക്കെ ഒന്ന് അയച്ചെടുക്കണം കേട്ടോ. എടുക്ക് ചെയ്യുന്നതാണ്, എന്നാലും ആഴ്ചയിലും 2 ആഴ്ച കൂടുമ്പോൾ ഫുള്ളൊന്ന് തട്ടി വൃത്തിയാക്കി ഒക്കെ വെക്കുന്നതാണ്. എന്നാലും റമളാനിലേക്കുള്ള ഒരു ഒരുക്കം എന്ന് പറയുന്നത് വേറെ തന്നെ ആണല്ലോ. നമ്മളിപ്പോൾ ഒരു വീട്ടിൽ ഒരു ഗസ്റ്റ് വരിക എന്ന് പറയുമ്പോൾ എന്നും വൃത്തിയാക്കുന്നതാണെങ്കിലും നാളെ ഒരു ഗസ്റ്റ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ വീട് മൊത്തമായിട്ടൊന്ന് വൃത്തിയാക്കൂലേ, ഒന്ന് തട്ടിക്കൊടിഞ്ഞ് ബെഡ്ഷീറ്റും കാര്യങ്ങളും വിരിച്ച് മൊത്തം ഒന്ന് വൃത്തിയാക്കൂല. അതുപോലെ നമുക്ക് കൊല്ലത്തിൽ വരുന്നതാണല്ലോ റമദാൻ മാസം. അപ്പം അതിനെ നമ്മൾ വരവേൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും മൊത്തം ഒന്ന് വൃത്തിയായി അതിന് വേണ്ടിയിട്ടൊന്ന് ഒരുങ്ങണമല്ലോ. അപ്പം അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു കാണുന്നതൊക്കെ. അപ്പം ഞാൻ ജനലും കാര്യങ്ങളും പിന്നെ മൊത്തം ഒന്ന് മാറാലേക്ക്, അധികം മാറാലൊന്നും ഇല്ല കേട്ടോ, എല്ലാം ഒന്നുകൂടി തട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് ഞാൻ
പിന്നെ ഒന്ന് തുണിയൊക്കെ നനച്ചിട്ട് ജനലും കട്ടിലൊക്കെ അതുപോലെ നന്നായിട്ടൊന്ന് തുടച്ചു എടുക്കുന്നുണ്ട് കേട്ടോ. രാവിലെ തന്നെ നല്ല വ്യൂ ആണ് കേട്ടോ. നമ്മളെ വീടിന്റെ 2 ഭാഗവും പച്ചപ്പാണ്. അപ്പൊ നമുക്കിങ്ങനെ ജനലൊക്കെ തുറന്ന് നോക്കി കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പൊ എല്ലാ ഭാഗവും എല്ലാ ജനലുകളും ഇതുപോലെ ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട്. എല്ലാ പണിയും ഒന്നിച്ചൊന്നും കഴിയില്ല കേട്ടോ. ഞാൻ കുറേശ്ശെ ഓരോ ദിവസം എടുക്കലാണ് കേട്ടോ. അല്ലാതെ എല്ലാം കൂടി കഴിയൂല കേട്ടോ. ഒന്നിച്ചൊരു ദിവസം കൊണ്ടൊന്നും തീർക്കാൻ കഴിയൂല. അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ വെള്ളത്തിന് ദാഹിച്ചപ്പോൾ വേഗം വന്ന് കുറച്ച് കൂവ വെള്ളം കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്ത് കുടിക്കാണ് കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് 1-5 മിനിറ്റ് അവിടെ ഒന്ന് ഇരുന്ന് പിന്നെ ബാക്കി പണിയിലേക്ക് തന്നെ പോയി കേട്ടോ. അങ്ങനെ നമ്മൾ ഈ അയച്ചു വെച്ച കർട്ടനുകളെല്ലാം ഒന്ന് അലക്കിയെടുത്ത് ഒക്കെ നമ്മൾ ഒന്ന് ഉണങ്ങാൻ വേണ്ടി വിരിച്ചിട്ടോ. ഇത് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും, നല്ല വെയിലൊക്കെ ഉണ്ട് ഇപ്പോൾ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. അപ്പോഴേക്കും ഞാൻ വിചാരിച്ചെന്നാല് ഫ്രിഡ്ജും കൂടി ഇന്നൊന്ന് ക്ലീൻ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടോ. ഫ്രിഡ്ജും ഈ പറഞ്ഞ മാതിരിയാണ്, ക്ലീൻ എടുക്കുന്നാലും മൊത്തത്തിലെടുത്ത് ഒന്നുകൂടി ഒന്ന് കഴുകി വൃത്തിയാക്കട്ടെ വിചാരിച്ചു. അതിന്റെ ഗ്ലാസ് ഒക്കെ ഇങ്ങോട്ട് എടുത്തിട്ട് എല്ലാം ഒന്ന് തേച്ച് വൃത്തിയാക്കിയിട്ട് വെക്കാന്ന് വിചാരിച്ചിട്ടോ. അപ്പൊ ഞാൻ എല്ലാം ഒന്ന് കഴുകി എടുക്കാണ്. അങ്ങനെ ഫ്രിഡ്ജിന്റെ ഗ്ലാസ് ഒക്കെ കഴുകിയിട്ട് വെയിലത്ത് ഞാൻ ഒന്ന് ഉണങ്ങാൻ വേണ്ടി കൊണ്ടുവച്ചാണ്. അതിന് ശേഷം ഫ്രിഡ്ജിന്റെ ഉള്ളിലൊക്കെ ഞാൻ ഒന്നുകൂടി തേച്ച് കഴുകി. അത് ഞാൻ കുറച്ച് സമയം മുന്നേ എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്തിട്ടിട്ട് ഫ്രിഡ്ജ് ഓഫ് ആക്കി വെച്ചിരുന്നു കേട്ടോ. അങ്ങനെ അത് ഫ്രിഡ്ജിന്റെ പണിയൊക്കെ കഴിഞ്ഞ് ഇനിതാ അപ്പോഴേക്കും ഏകദേശം ഉച്ചയായിട്ടുണ്ട്. വിശപ്പ് വന്ന് നല്ലേ. അപ്പൊ ഇരുന്ന് ഞാനിതാ ഭക്ഷണം കഴിക്കാം കേട്ടോ. രാവിലത്തെ കറിയൊക്കെ ബാക്കി, ചെമ്മീൻ കറിയൊക്കെ ബാക്കി ഉണ്ടായിരുന്നു. മോന് കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയ ചമ്മന്തിയും അച്ചാറും ഉപ്പേരിയൊക്കെ ഉണ്ടായിന്. അപ്പൊ അതൊക്കെ കൂട്ടിയിട്ട് ഞാൻ ചോറ് കഴിച്ചിട്ടോ. അങ്ങനെ ചോറും കഴിച്ച് പിന്നെ വിചാരിച്ചു ഇന്ന് സിറ്റ് ഔട്ടും കൂടി ഒന്ന് കഴുകിയിട്ട് ഇനി ഇന്നത്തെ പണി നിർത്താന്ന് വിചാരിച്ച് സിറ്റ് ഔട്ടും കൂടി ഒന്ന് കഴുകാൻ വേണ്ടി നിന്നതാണേ. അപ്പൊ നന്നായിട്ടൊന്ന് സിറ്റ് ഔട്ടും തേച്ച് കഴുകി വടിച്ച് വൃത്തിയാക്കിട്ടോ. അപ്പൊ ആകെ ഒരു സമാധാനായിട്ടോ. വിചാരിച്ച പണികളൊക്കെ കഴിഞ്ഞതുകൊണ്ട് അങ്ങനെ ഏതായാലും ഇന്നത്തെ പണി ഇത്രയൊക്കെ എടുത്തിട്ടേ ഉള്ളൂ. ഇനി കുറച്ചുകൂടി പണിയൊക്കെ ഉണ്ട്. അപ്പൊ സാവധാനൊക്കെ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് എടുക്കാലോ എന്ന് വിചാരിച്ചിട്ടോ. ബറാത്ത് നോമ്പാകുന്നതിന്റെ മുന്നൊക്കെ തീർക്കണം. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ എന്റെ വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇഷ്ടമായാൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.